നമസ്തേ. പ്രവാസി നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ ശ്യാം ബാബു കോറത്ത്. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ഇന്ത്യയിൽ നിന്നടക്കമുള്ള വിനോദസഞ്ചാരികൾക്ക് വിസയില്ലാതെ ഇനി ഒമാനിൽ പ്രവേശിക്കാം. വിമാനത്താവളങ്ങൾ വഴി വരുന്നവർക്ക് മുൻകൂർ PCR ടെസ്റ്റ് നിർബന്ധമല്ലെന്ന് സുപ്രീം കമ്മിറ്റി. കൊറോണ വാക്സിൻ ഈ മാസം അവസാനത്തോടെ കുവൈറ്റിൽ ഇറക്കുമതി ചെയ്യും. ദിവസേന 10,000 പേർക്ക് വാക്സിൻ. ഫൈസർ ബയോടെക് കൊറോണ വാക്സിൻ രാജ്യത്ത് ഇറക്കുമതി ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നതിനും അംഗീകാരം നൽകി സൗദി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടവും ഏറ്റെടുത്ത ജനങ്ങൾ. പോളിംഗ് ശതമാനം 76.31. ഉയർന്ന പോളിംഗ് വയനാട്ടിൽ. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരം. തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് മന്ത്രി AC മൊയ്തീൻ. റിപ്പോർട്ട് തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആരോപണങ്ങളെല്ലാം നിഷേധിച്ച് സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പ്രതികളെ വിദേശത്ത് വെച്ച് കണ്ടിട്ടേയില്ല. ഊരാളുങ്കലിന് കരാർ നൽകിയത് വിശ്വാസ്യതയുള്ള സ്ഥാപനം എന്ന നിലയിൽ. ഭരണഘടനാ സ്ഥാപനങ്ങളെ വിമർശിക്കാം, പക്ഷേ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുത്. വ്യക്തിഹത്യ നേരിടുന്നുവെന്നും സ്പീക്കർ. ശ്രീരാമകൃഷ്ണൻ രാജിവെക്കണമെന്ന് K. സുരേന്ദ്രൻ. നിയമസഭയിലെ ധൂർത്തിന് നേതൃത്വം നൽകിയത് സ്പീക്കർ എന്ന് ചെന്നിത്തല. ഇഡിക്ക് മുന്നിൽ ഹാജരാകാൻ കൂടുതൽ സമയം ചോദിച്ച് CM രവീന്ദ്രൻ. 2 ആഴ്ച കൂടി വേണമെന്നാവശ്യപ്പെട്ട് ഇഡിക്ക് കത്ത്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന രവീന്ദ്രന്റെ കഴുത്തിന്റെ ഡിസ്കിന് പ്രശ്നമുണ്ടെന്ന് MRI റിപ്പോർട്ട്. സ്വപ്നയുടെ വെളിപ്പെടുത്തലിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കടുത്ത സമ്മർദ്ദത്താൽ സ്വപ്ന മൊഴി മാറ്റിയേക്കുമെന്ന് സൂചന. പുതിയ പാർലമെന്റ് മന്ദിരത്തിന് ശിലാസ്ഥാപനം നിർവഹിച്ച് പ്രധാനമന്ത്രി. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തിൽ പുതിയ മന്ദിരം രാജ്യത്തിന് സമർപ്പിക്കുമെന്ന് നരേന്ദ്രമോദി. ഇറ്റാലിയൻ ഫുട്ബോൾ ഇതിഹാസം പൗളോ റോസി അന്തരിച്ചു. വിവരം പുറത്തുവിട്ട് ഇറ്റാലിയൻ മാധ്യമങ്ങൾ. വിടവാങ്ങിയത് 1982-ൽ ഇറ്റലിയെ രോഗ കിരീടത്തിലേക്ക് നയിച്ച പ്രതിഭ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 5 ജില്ലകളിൽ നടന്ന രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി. സംസ്ഥാനത്ത് ശരാശരി 76.38% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഏറ്റവും കൂടുതൽ വയനാട്ടിലാണ്, 79.03%. ഏറ്റവും കുറവ് തൃശ്ശൂരിലാണ്, 75.03%. കോട്ടയത്ത് 73.91%, എറണാകുളത്ത് 77.13%, പാലക്കാട്ട് 77.91% പേർ വോട്ട് രേഖപ്പെടുത്തി. ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ 72.67% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 6 മണിക്ക് ശേഷവും ചില പോളിംഗ് ബൂത്തുകളിൽ നീണ്ട നിര ദൃശ്യമായിരുന്നു. കൊറോണ രോഗബാധിതർക്കും വോട്ട് രേഖപ്പെടുത്തുന്നതിന് സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു. മൂന്നാം ഘട്ട വോട്ടെടുപ്പ് 14 നടക്കും. എറണാകുളം ജില്ലയിൽ 77% പേർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. 3 മുന്നണികളും വലിയ പ്രതീക്ഷയിലാണ്. UDF ഭരണ തുടർച്ചയും LDFും NDAയും ഭരണ നേട്ടവും പ്രതീക്ഷിക്കുന്ന കൊച്ചി കോർപ്പറേഷനിൽ 62% പേർ മാത്രമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത്. കൊറോണ മഹാമാരിക്കിടയിൽ നടന്ന തെരഞ്ഞെടുപ്പിലും എറണാകുളം ജില്ലയിലെ വോട്ടിംഗ് ശതമാനത്തിൽ കാര്യമായ കുറവുണ്ടാകാതിരുന്നത് ഇടതു വലതു മുന്നണികൾക്കൊപ്പം NDAയും വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. വോട്ടിംഗ് അവസാനിക്കുമ്പോൾ 77% ജില്ലയിൽ രേഖപ്പെടുത്തിയ പോളിംഗ്. 2015-ൽ ഇത് 78.5%. കൊച്ചി കോർപ്പറേഷനിൽ 62.82% പോളിംഗ്. കഴിഞ്ഞ തവണ ഇത് 69.62 ആയിരുന്നു. നഗരസഭകളിൽ മൂവാറ്റുപുഴയിലാണ് കൂടുതൽ വോട്ടിംഗ്. 83.91% ഇവിടുത്തെ കണക്ക്. അങ്കമാലി, ഏലൂർ, പെരുമ്പാവൂർ എന്നീ നഗരസഭകളിലും 80%-ന് മുകളിലാണ് പോളിംഗ് രേഖപ്പെടുത്തിയത്. മറ്റു 11 നഗരസഭകളിലും 70%-ന് മുകളിലാണ് പോളിംഗ്. 14 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 70%-നും 82%-നും ഇടയിൽ പോളിംഗ് ഉണ്ടായി. ഗ്രാമപഞ്ചായത്തുകളിലും ശരാശരി 80%-ഓളം വോട്ടിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ ജില്ലയിലെ എല്ലാ ബൂത്തുകളിലും കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ച് സമ്മതിദായകരുടെ തിരക്ക് ദൃശ്യമായിരുന്നു. 8 സ്ഥലങ്ങളിൽ വോട്ടിംഗ് മെഷീനുകളുടെ തകരാറ് മൂലം വൈകിയാണ് പോളിംഗ് ആരംഭിച്ചത്. ആലുവ റൂറലിലെ ഏതാനും സ്ഥലങ്ങളിൽ നേരിയ പ്രശ്നങ്ങൾ ഉണ്ടായതൊഴിച്ചാൽ ജില്ലയിൽ പോളിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു. പോളിംഗിന്റെ അവസാന മണിക്കൂറിൽ കൊറോണ ബാധിതർക്കും സമ്മതിദാന അവകാശം രേഖപ്പെടുത്താൻ അവസരം നൽകി. 6 മണിക്ക് ശേഷവും പോളിംഗ് സ്റ്റേഷനുകളിൽ ക്യൂ നിന്നവർക്ക് ടോക്കൺ നൽകി വോട്ട് രേഖപ്പെടുത്തിയാണ് എറണാകുളം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തീകരിച്ചത്. ജനം, കൊച്ചി. മുന്നണികൾക്ക് ആശങ്കയും പ്രതീക്ഷയും ഒരുപോലെ നൽകി കോട്ടയത്ത് ജനങ്ങൾ വിധിയെഴുതി. രാവിലെ തന്നെ പ്രധാന നേതാക്കളെല്ലാം വോട്ട് ചെയ്യാൻ എത്തിയിരുന്നു. കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു തെരഞ്ഞെടുപ്പ്. KM മാണിയെ ദ്രോഹിച്ചവർക്കൊപ്പമാണ് ജോസ് കെ മാണി പോയതെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞപ്പോൾ മാണിയെ സ്നേഹിക്കുന്നവർ ഇടതു മുന്നണിക്കൊപ്പം നിൽക്കുമെന്നായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം.
മഹാമാരിയുടെ നടുവിലും പോളിംഗ് ശതമാനം ഉയരുന്നത് കടുത്ത ത്രികോണ മത്സരം നടക്കുന്ന കോട്ടയത്ത് മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ പ്രതീക്ഷ നൽകുന്നു. പോളിംഗ് ആരംഭിച്ച 7 മണിക്ക് തന്നെ പല ബൂത്തുകളിലും സമ്മതിദായകരുടെ നീണ്ട നിര. കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ചും കാര്യമായ പരാതികളില്ലാതെയുമായിരുന്നു തെരഞ്ഞെടുപ്പ്. രാവിലെ തന്നെ പ്രധാന നേതാക്കളെല്ലാം തന്നെ വോട്ട് ചെയ്യാനെത്തി. തെരഞ്ഞെടുപ്പിൽ UDF വലിയ നേട്ടമുണ്ടാകുമെന്ന് പറഞ്ഞ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി KM മാണിയെ ദ്രോഹിച്ചവർക്കൊപ്പമാണ് ജോസ് കെ മാണി പോയതെന്നും ഓർമ്മിപ്പിച്ചു. ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി എടുത്ത തീരുമാനം ആ പാർട്ടി പ്രതിദാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ വികാരത്തിന് എതിരാണ്. ആ രാഷ്ട്രീയ വികാരം എന്ന് പറഞ്ഞാൽ മാണി സാറിനോടൊപ്പം ഒരു വികാരമാണ്. മാണി സാറിനെ അവമാനിക്കുകയും അവഹേളിക്കുകയും ഏറ്റവും ക്രൂരമായി പെരുമാറുകയും ചെയ്ത ഇടതുമുന്നണിയിലേക്ക് ഉള്ള ജോസ് കെ മാണിയുടെ ആ പ്രവേശനം ആ വികാരമുള്ളവരെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ വിവാദങ്ങൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നും അത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുമെന്നും NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ പറഞ്ഞു. വിവാദങ്ങൾ ഉണ്ടായാൽ കുറേ പേരെങ്കിലും അത് സ്വാധീനിക്കുമല്ലോ, അതിന് സംശയമൊന്നുമില്ല. ആ വിവാദങ്ങളെ ശരിക്ക് അറിയുന്നതിനും കണക്കിലെടുക്കുന്നതിനും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിനും കേരളത്തിലെ ജനങ്ങൾക്ക് ഉള്ള ബുദ്ധിശക്തിയും കഴിവും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ജോസ് കെ മാണി വിഭാഗം വന്നതോടെ ഇടതുമുന്നണി കൂടുതൽ ശക്തിപ്പെടുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ പ്രതികരണം. ഈ ജോസ് വിഭാഗം വന്നത് വളരെ മൈലേജാവോ? സ്വാഭാവികമായിട്ടും UDF ദുർബലമാകുമ്പോൾ ശക്തിപ്പെടുന്നത് BJP അല്ലല്ലോ, LDF ആണ്. KM മാണിയെ സ്നേഹിക്കുന്നവരെല്ലാം ഇടതുമുന്നണിയെ പിന്തുണയ്ക്കുമെന്നായിരുന്നു ജോസ് കെ മാണിയുടെ പക്ഷം. മാണി സാറിൻ്റെ രാഷ്ട്രീയത്തെ സ്നേഹിക്കുന്ന എല്ലാവരും രണ്ടിലേക്ക് പിന്തുണ നൽകും. മാണി സാറിനെ ചതിച്ചവർക്ക് മാണി സാറിൻ്റെ അന്ത്യത്തിന് ശേഷം ഈ പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യുവാനുള്ള കൂട്ടുനിന്ന എല്ലാവർക്കുമുള്ള ഒരു തിരിച്ചടിയായി ഈ തെരഞ്ഞെടുപ്പ് മാറും. ഇനി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിനായുള്ള കാത്തിരിപ്പാണ്. ആരുടെ പരീക്ഷണം വിജയിച്ചു എന്നറിയാൻ. ജനം, കോട്ടയം. പാലക്കാട് ജില്ലയിലെ മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയത്. പോളിംഗ് ശതമാനം ഉയർന്നത് തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് മൂന്ന് മുന്നണികളും. രാത്രി ഏറെ വൈകി കൊറോണ രോഗികൾ ഉൾപ്പെടെയുള്ളവർ വോട്ട് രേഖപ്പെടുത്താനായി വിവിധ ബൂത്തുകളിലേക്ക് ഒഴുകിയെത്തി. കൊറോണ പശ്ചാത്തലത്തിലും കഴിഞ്ഞ തവണത്തേതിന് അടുത്തായുള്ള പോളിംഗ് ശതമാനമാണ് പാലക്കാട് ജില്ലയിൽ രേഖപ്പെടുത്തിയത്. രാവിലെ കൃത്യം 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിച്ചു. 4 ഇടങ്ങളിൽ യന്ത്രങ്ങൾ പണിമുടക്കി. പിന്നീട് അധികൃതർ എത്തി പ്രശ്നങ്ങൾ പരിഹരിച്ചു. സാമൂഹിക അകലം പാലിക്കാത്തതിനെ ചൊല്ലി മന്ത്രി AK ബാലന്റെ ബൂത്തിൽ UDF LDF വാക്കുതർക്കമുണ്ടായതൊഴിച്ചാൽ ജില്ലയിൽ പോളിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു. പാലക്കാട് നഗരസഭയ്ക്ക് പുറമെ ഒട്ടേറെ പഞ്ചായത്തുകളും ഇത്തവണ NDA പിടിച്ചെടുക്കുമെന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം പാലക്കാട് ജില്ലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റം നടത്തും. നിരവധി പഞ്ചായത്തുകൾ, പാലക്കാട് നഗരസഭയടക്കമുള്ള മുനിസിപ്പാലിറ്റികൾ ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കും. പാലക്കാട് നഗരസഭയിൽ 3-2 ഭൂരിപക്ഷത്തോടുകൂടി BJP അധികാരത്തിൽ തിരിച്ചു വരും. UDFും CPMും പാലക്കാട് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ അപ്രസക്തമാണ്. പാലക്കാട് നഗരത്തിലെ ജനങ്ങൾക്കറിയാം, കഴിഞ്ഞ 5 വർഷക്കാലം ഭാരതീയ ജനതാ പാർട്ടി പാലക്കാട് നഗരത്തിൽ നടത്തിയ വികസനം, ആ വികസനത്തിനാണ് ഇതിൻ്റെ തുടർച്ചയ്ക്കാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും പാലക്കാട് നഗരത്തിലെ ജനങ്ങൾ BJPക്ക് അനുകൂലമായിട്ട് വിധിയെഴുതും. പഞ്ചായത്തുകൾക്ക് പുറമെ നഗരസഭകളിലും ഇടത് ആധിപത്യമാവും ഇത്തവണയെന്നാണ് വോട്ട് ചെയ്തതിനു ശേഷം മന്ത്രി AK ബാലന്റെ പ്രതികരണം. നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഇടതുപക്ഷത്തിൻ്റെ തമ്പിങ് മെജോറിറ്റിയാണ് ഉണ്ടാകാൻ പോകുന്നത്. കേരളത്തിൽ പൊതുവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ളൊരു വേവാണുള്ളത്. അത് നമുക്ക് പാലക്കാട് ജില്ലയിലും കാണാൻ സാധിക്കും. എന്നാൽ ലോക്സഭയിലെ മേൽക്കൈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന് VK ശ്രീകണ്ഠൻ MPയും പറഞ്ഞു. പ്രതിഷേധം വളരെ ശക്തമായിട്ടുണ്ട്. അതാണ് കോവിഡ് കാലത്ത് പോലും അഭൂതപൂർവമായ തിരക്ക് രാവിലെ മുതൽ പോളിംഗ് ബൂത്തിൽ കാണുന്നതിൻ്റെ ലക്ഷണം തന്നെ 2 ഗവൺമെൻറ്റുകൾക്കെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധമാണ്. UDFന് അനുകൂലമായ ഒരു തരംഗം തന്നെ കേരളത്തിലുണ്ടാവും. പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ച് ഇടത് കോട്ടകളൊക്കെ തകർന്നടിയുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. 3 മുന്നണികളും പ്രതീക്ഷകൾ വച്ചു പുലർത്തുമ്പോഴും കൊറോണ രോഗികൾ ഉൾപ്പെടെ രാത്രി ഏറെ വൈകിയും ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത് ജനാധിപത്യത്തിലെ അപൂർവ നിമിഷമായി. അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനവിധി കുറിച്ചതോടെ തൃശൂരിൽ മുന്നണികൾക്ക് ആശങ്കയും പ്രതീക്ഷയും. ജില്ലയിൽ 75% പോളിംഗ്. കോർപ്പറേഷനിൽ പോളിംഗ് ശതമാനം കുറഞ്ഞു. മൂന്ന് മുന്നണികളും ശക്തമായ പ്രചാരണം കാഴ്ചവെച്ച തൃശൂരിൽ ജനവിധി അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് ജില്ലാ നേതൃത്വങ്ങൾ. പോളിംഗിലെ ഏറ്റക്കുറച്ചിലുകൾ കക്ഷികളിൽ ഒരേ സമയം ആശങ്കയും പ്രതീക്ഷയും ഉണ്ടാക്കുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ മികച്ച പോളിംഗ് ഉണ്ടായപ്പോൾ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള നഗരപ്രദേശങ്ങളിൽ പോളിംഗ് കുറഞ്ഞു. കോർപ്പറേഷനിലെ ഉറച്ച വോട്ടുകളെല്ലാം പോൾ ചെയ്തതായാണ് BJPയുടെ വിലയിരുത്തൽ. കാരണം ഇടതു വലതു മുന്നണികളുടെ ദുർഭരണത്തിനെതിരായിട്ട് ജനങ്ങൾ ഒന്നടങ്കം ഇവർക്കെതിരെ നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വോട്ട് ചെയ്ത് പോകുന്നവരും വോട്ട് ചെയ്യുന്നവരുമായിട്ടുള്ള ആളുകളുടെ എല്ലാം ഒരു മനസ്സും മുഖവും എല്ലാം BJPക്ക് വളരെ അനുകൂലമായിരിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും ഒരു കാര്യമുണ്ട്, കൊറോണ തോറ്റു, BJP ജയിക്കുന്നു. വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ ശക്തമായ പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഉച്ചയോടെ ജില്ലയിലെ ആകെ പോളിംഗ് 50% പിന്നിട്ടെങ്കിലും കോർപ്പറേഷൻ അടക്കമുള്ള നഗരമേഖലകൾ പിന്നീട് പോളിംഗ് കുറഞ്ഞു. നഗരപ്രദേശങ്ങളിലും തീരമേഖലകളിലും വോട്ടിംഗ് അവസാന മണിക്കൂറിലും സജീവമായിരുന്നു. വോട്ടെടുപ്പ് ദിവസം ജില്ല പൊതുവെ ശാന്തമായിരുന്നു. കണക്കുകൂട്ടലുകൾക്കപ്പുറം ജനഹിതം ആർക്കൊപ്പമെന്ന് 16-ന് അറിയാം. ജനം, തൃശൂർ. വയനാട്ടിലെ ഉയർന്ന പോളിംഗ് ശതമാനത്തിൽ പ്രതീക്ഷയോടെ 3 മുന്നണികൾ. ജില്ലാ പഞ്ചായത്തിലടക്കം ഭരണം പിടിക്കുമെന്നാണ് LDFന്റെ കണക്കുകൂട്ടൽ. മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് UDF ക്യാമ്പിന്റെ പ്രതീക്ഷ. ഇടതിന്റെയും വലതിന്റെയും കണക്കുകൂട്ടൽ തെറ്റിക്കുമെന്നാണ് NDAയുടെ അവകാശവാദം. ഉയർന്ന പോളിംഗ് ശതമാനം 3 മുന്നണികൾക്കും പ്രതീക്ഷ നൽകുന്നതാണ്. പോളിംഗ് ശതമാന വർധനവിലെ ഏറ്റക്കുറച്ചിലുകളിലാണ് ഇനി മുന്നണികളുടെ കണക്കുകൂട്ടൽ. 2015 തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ 80% മുകളിൽ എത്തിയിരുന്നു പോളിംഗ് ശതമാനം. അന്ന് ജില്ലാ പഞ്ചായത്തിൽ ഒഴികെ LDFന്റെ മുന്നേറ്റമായിരുന്നു. എന്നാൽ ഇക്കുറി ജില്ലാ പഞ്ചായത്ത് ഭരണവും പിടിക്കുമെന്ന തീരുമാനത്തിലായിരുന്നു ഇടതുപക്ഷം. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം പോളിംഗ് ശതമാനത്തിൽ കണ്ണുവയ്ക്കുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ കോൺഗ്രസ് വെന്നിക്കൊടി പാറിക്കുമെന്ന തരത്തിലാണ് UDF പ്രചരണം നടത്തിയത്. പോളിംഗ് ശതമാനം തങ്ങൾക്ക് അനുകൂലമാവുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. നരേന്ദ്രമോദി സർക്കാരിന്റെ ക്ഷേമ പെൻഷനുകളും പദ്ധതികളും വനവാസികളടക്കമുള്ളവർ ഏറ്റെടുത്തതിന്റെ ഫലം NDAക്ക് ലഭിക്കുമെന്നാണ് NDAയുടെ പ്രതീക്ഷ. എന്നാൽ വയനാട്ടിൽ LJDയുടെ കൂറുമാറ്റം LDFനും LJDക്കും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ LJD കൂടുതൽ സീറ്റുകൾ നേടുമെന്നാണ് കണക്കുകൂട്ടൽ. അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ പല ജില്ലകളിലും തീർച്ചയായിട്ടും ഉണ്ടാവും. പ്രത്യേകിച്ച് വടക്കൻ മേഖലകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഇടതുമുന്നണിക്ക് സാധിക്കും. കഴിഞ്ഞ തവണ LJDയുടെ കൂറുമാറ്റമാണ് കൽപ്പറ്റ നഗരസഭയിലടക്കം LDFന് ഭരണം നഷ്ടമാക്കിയത്. ഇത്തവണ LJD ഒപ്പം വന്നത് ഗുണമാവുമെന്നാണ് CPMന്റെ പ്രതീക്ഷ. 3 മുന്നണികളും പോളിംഗ് ശതമാനത്തിലാണ് പ്രതീക്ഷ വയ്ക്കുന്നത്. പോളിംഗ് ശതമാനത്തിലെ വർധനവ് ആർക്ക് ഗുണമാവുമെന്ന് വരും ദിവസങ്ങളിൽ അറിയാം. ജനം, വയനാട്. വിമാനത്താവളങ്ങൾ വഴി ഒമാനിലേക്ക് വരുന്നവർക്ക് ഇനി മുൻകൂർ PCR ടെസ്റ്റ് നിർബന്ധമല്ലെന്ന് സുപ്രീം കമ്മിറ്റി തീരുമാനം. അതേസമയം ഇന്ത്യ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് വിസ ഇല്ലാതെ ഒമാനിൽ പ്രവേശനം അനുവദിക്കാനും തീരുമാനിച്ചു. ഒമാനിലേക്ക് വിമാനത്താവളങ്ങൾ വഴി വരുന്നവർക്ക് ഇനി PCR ടെസ്റ്റ് വേണ്ട. എന്നാൽ വിമാനത്താവളത്തിൽ പരിശോധന തുടരും. കര അതിർത്തി വഴി വരുന്നവർക്ക് PCR ടെസ്റ്റ് നിർബന്ധമാണെന്ന് സുപ്രീം കമ്മിറ്റി അറിയിച്ചു. പള്ളികളിൽ പ്രവേശിക്കുന്നതിന് കുട്ടികൾക്കും പ്രായമായവർക്കും ഏർപ്പെടുത്തിയ നിയന്ത്രണം നീക്കിയതായി ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ സയ്യിദി പറഞ്ഞു. എന്നാൽ തുടർന്നും നിയന്ത്രണങ്ങൾ പാലിക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. ഒമാനിലേക്ക് വരുന്നവർ ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പുവരുത്തണം. ഈ മാസം അവസാനത്തോടെ ആദ്യഘട്ട കൊറോണ വാക്സിൻ ലഭ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം ഇന്ത്യ അടക്കമുള്ള 103 വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിസയില്ലാതെ ഒമാനിൽ സന്ദർശനം നടത്താൻ കഴിയും. ഹോട്ടൽ റിസർവേഷൻ, ആരോഗ്യ ഇൻഷുറൻസ്, മടക്കയാത്രയ്ക്കുള്ള വിമാന ടിക്കറ്റ് എന്നിവ സ്ഥിരീകരിച്ചാൽ 10 ദിവസത്തേക്കാണ് താമസാനുമതി നൽകുന്നതെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. കൂടുതൽ ദിവസം തങ്ങുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും അധികമായി തങ്ങിയ ഓരോ ദിവസവും 10 റിയാൽ എന്ന കണക്കിൽ പിഴ ഈടാക്കുകയും ചെയ്യും. കൊറോണ പ്രതിസന്ധി മൂലം തളർച്ചയിലായ ഒമാനിലെ ടൂറിസം മേഖലയ്ക്ക് വിസരഹിത പ്രവേശനമെന്ന തീരുമാനം ഉത്തേജകമാകുമെന്ന് കരുതുന്നു. നിലവിൽ GCC രാജ്യങ്ങളിലെ പൗരന്മാർക്ക് മാത്രമാണ് ഒമാനിൽ വിസയില്ലാതെ സന്ദർശനം നടത്താൻ കഴിയുന്നത്. ജനം, മസ്കറ്റ്. ഫൈസർ ബയോടെക് കൊറോണ വാക്സിൻ രാജ്യത്ത് ഇറക്കുമതി ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നതിനും സൗദി അംഗീകാരം നൽകി. സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റിയാണ് അംഗീകാരം നൽകിയത്. ഫൈസർ ബയോടെക് കൊറോണ വാക്സിൻ രാജ്യത്ത് ഇറക്കുമതി ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നതിനുമായി സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി അംഗീകാരം നൽകി.
ഫൈസർ ബയോടെക് കൊറോണ വാക്സിൻ രാജ്യത്ത് രജിസ്റ്റർ ചെയ്തതായി SFDA അറിയിച്ചു. കഴിഞ്ഞ മാസം ഫൈസർ നൽകിയ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് വാക്സിൻ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അംഗീകാരം നൽകിയത്. ആഗോള മാനദണ്ഡങ്ങൾക്കും ആവശ്യകതകൾക്കും അനുസരിച്ച് ഇറക്കുമതി നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നും അതോറിറ്റി അറിയിച്ചു. ഓരോ വാക്സിൻ കയറ്റുമതിയുടെയും ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് അതോറിറ്റി സാമ്പിളുകൾ വിശകലനം ചെയ്യും. വാക്സിൻ എത്തുന്ന തീയതിയും വിതരണവും സംബന്ധിച്ച വിവരങ്ങൾ ആരോഗ്യ മന്ത്രാലയം പിന്നീട് പ്രഖ്യാപിക്കുമെന്ന് സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. സൗദി ഭരണകൂടത്തിന്റെ അനുമതി കിട്ടിയാലുടൻ കൊറോണ വൈറസ് വാക്സിൻ രാജ്യത്ത് എത്തിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞതായി സൗദി കാർഗോ സിഇഒയും സൗദി അറേബ്യൻ ലോജിസ്റ്റിക്സ് കമ്പനി ചെയർമാനുമായ ഒമർ ഹരീരി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കൂടാതെ വാക്സിൻ രാജ്യത്തെ പൗരന്മാർക്കും പ്രവാസികൾക്കും സൗജന്യമായി വിതരണം ചെയ്യുമെന്ന് സൗദി ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ടിന്റെ ആഭിമുഖ്യത്തിൽ കൊറോണ ബോധവൽക്കരണം നടത്തി. 200-ൽ പരം തൊഴിലാളികൾ താമസിക്കുന്ന ലേബർ ക്യാമ്പിൽ മാസ്കുകളും ആന്റി ബാക്ടീരിയൽ സോപ്പുകളും വിതരണം ചെയ്തു. ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ടിന്റെ ആഭിമുഖ്യത്തിൽ കൊറോണ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ബഹ്റിനിലെ അദിലയിലുള്ള ബസ്മ ക്യാമ്പിലെ 200-ൽ പരം തൊഴിലാളികൾക്ക് കൊറോണ പ്രതിരോധ സാമഗ്രികൾ വിതരണം ചെയ്യുകയുണ്ടായി. തൊഴിലാളികളുടെ മാനസിക ക്ഷേമം അന്വേഷിക്കുകയും വേണ്ട സഹായങ്ങൾ തേടുകയും ചെയ്തു. കൊറോണ പ്രതിരോധ നിർദ്ദേശങ്ങളും സഹായം ആവശ്യമായി വന്നാൽ വിളിക്കേണ്ട ഫോൺ നമ്പറുകളും കൊറോണ വ്യാപനം തടയുന്നതിന് സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് വിശദീകരിക്കുന്ന ലഘുലേഖകളും വിതരണം ചെയ്തു. വൈകാരിക ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടുന്നവർക്ക് ഒരു തണലായി ICRF എന്നും മുൻപന്തിയിൽ ഉണ്ടാകുമെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ സഹായം ബഹ്റിന്റെ മറ്റു ക്യാമ്പുകളിലും എത്തിക്കാൻ ശ്രമിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇതുവരെ ICRFന്റെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിലെ ക്യാമ്പുകൾ സന്ദർശിച്ച് 20,000-ഓളം ഫേസ് മാസ്കുകളും ആന്റി ബാക്ടീരിയൽ സോപ്പുകളും വിതരണം ചെയ്തു. ICRF ചെയർമാൻ അരുൾ ദാസ്, ഫേസ് മാസ്ക് വിതരണ കൺവീനർ സുരേഷ് ബാബു, ICRF വോളണ്ടിയേഴ്സ് KT സലീം, പവിത്രം നീലേശ്വരം, ഹരിപ്രകാശ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ബോധവൽക്കരണത്തിനും മറ്റു ആവശ്യമായ സാധനങ്ങളും വിതരണം നടത്തിയത്. സൂരജ് കുലശേഖരം, ജനം, ബഹ്റൈൻ. ഇന്ത്യൻ എംബസി ബഹ്റിൻ രക്ഷാകർതൃത്വത്തിലുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ട് സ്പെക്ട്ര 2020 എന്ന പേരിൽ ഈ വർഷത്തെ ആർട്ട് കാർണിവൽ ഓൺലൈനിലൂടെ സംഘടിപ്പിക്കുന്നു. ബുധനാഴ്ച വൈകുന്നേരം നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. ബഹ്റിനിലെ വിദ്യാർത്ഥികൾക്കായുള്ള ഏറ്റവും വലിയ കലാമത്സരമാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ട് സംഘടിപ്പിക്കുന്ന ഫൈബർ കാസ്റ്റൽ സ്പെക്ട്ര 2020 കാർണിവൽ. മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളെ 5 മുതൽ 8 വയസ്സ് വരെയും 8 മുതൽ 11 വരെയും 11 മുതൽ 14 വരെയും 14 മുതൽ 18 വരെയും എന്നിങ്ങനെ 4 പ്രായവിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. ബഹ്റിനിലെ സ്കൂളുകൾ മുഖേനയാണ് കുട്ടികളുടെ രജിസ്ട്രേഷൻ നടത്തിയത്. കൂടാതെ 18 വയസ്സിന് മുകളിലുള്ളവർക്കും പങ്കെടുക്കാൻ അവസരമുണ്ട്. പങ്കെടുക്കുന്ന എല്ലാവർക്കും ഡ്രോയിങ് പേപ്പറും മെറ്റീരിയലുകളും നൽകും. ഓരോ വിഭാഗത്തിലും മികച്ച 3 വിജയികൾക്ക് വ്യക്തിഗത ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും ലഭിക്കും. പങ്കെടുക്കുന്ന എല്ലാവർക്കും പങ്കാളിത്ത സർട്ടിഫിക്കറ്റ് നൽകും. കൂടാതെ സ്കൂളിലേക്ക് റോളിംഗ് ട്രോഫിയും സമ്മാനമായി നൽകുന്നുണ്ട്. ഈ വർഷത്തെ മത്സരത്തിൽ 15 സ്കൂളുകളാണ് പങ്കെടുക്കുന്നത്. കുട്ടികളുടെ വിജയിച്ച എൻട്രികളും മറ്റ് മികച്ച സൃഷ്ടികളും 2021 രൂപകൽപ്പന ചെയ്യുന്ന വാൾ കലണ്ടറുകളിലും ഡെസ്ക്ടോപ്പ് കലണ്ടറുകളിലും പ്രസിദ്ധീകരിക്കും. മത്സരത്തിൽ നിന്നുള്ള വരുമാനം കുടുംബക്ഷേമ ഫണ്ടിലേക്കാണ് പോകുക. ബഹ്റൈനിൽ മരണമടഞ്ഞ പ്രതിമാസം 100 ദിനാറിൽ താഴെ വേതനം ലഭിച്ചിരുന്ന ഇന്ത്യൻ തൊഴിലാളികളുടെ കുടുംബങ്ങളെ സഹായിക്കാനാണ് ഇത് ഉപയോഗിക്കുക. ഭഗവാൻ അസർപോത്ത, ഡോക്ടർ ബാബു രാമചന്ദ്രൻ, പങ്കജ് നല്ലൂർ, റോസ്ലിൻ റോയ് തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സൂരജ് കുലശേഖരം, ജനം, ബഹ്റൈൻ. ജൈടെക് സാങ്കേതിക വാരാഘോഷത്തിൽ സാങ്കേതിക മികവ് പ്രദർശിപ്പിച്ച് മെമ്മറി കാർഡ്, USB തുടങ്ങിയവ വിപണിയിൽ എത്തിക്കുന്ന മുൻനിര സ്ഥാപനമായ കിയോസ്കിയ. റിപ്പോർട്ട് കാണാം. വ്യാഴാഴ്ച സമാപിച്ച ജൈടെക് സാങ്കേതിക വാരാഘോഷത്തിൽ ശ്രദ്ധ നേടി മെമ്മറി കാർഡ്, USB തുടങ്ങിയവ വിപണിയിലെത്തിക്കുന്ന മുൻനിര സ്ഥാപനമായ കിയോസ്കിയ. ഏറ്റവും മികച്ച ഗുണനിലവാരത്തിലും രൂപഭംഗിയിലുമുള്ള കിയോസ്കിയ ഉപകരണങ്ങളാണ് ജൈടെക്സിൽ പ്രദർശിപ്പിച്ചത്. തോഷിബ മെമ്മറീസ് ഉപകരണങ്ങളാണ് ഇപ്പോൾ കിയോസ്കിയ എന്ന പേരിൽ ലഭിക്കുന്നത്. ഏറ്റവും മികച്ച ഉപകരണങ്ങൾ നിർമ്മിച്ച പാരമ്പര്യമാണ് കമ്പനിക്കുള്ളതെന്നും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കിയോസ്കിയ ബ്രാൻഡ് കുതിച്ചുയരുമെന്നും തോഷിബ ഗൾഫ് വൈസ് പ്രസിഡന്റ് സന്തോഷ് വർഗീസ് പറഞ്ഞു. And today Toshiba has one of the highest capacity hard drives, which is 16 terabytes of hard drive. These big hard drives are used in data center or cloud center, even Google or Facebook server farms. All your data is stored in these kind of big hard drives supplied from Toshiba or Kioxia SSDs. So a complete 360 of products in the storage space which can fuel the next digital revolution is offered
in this stall today. പുതിയ ആപ്ലിക്കേഷനും ഡിസൈനുകളുമുള്ള കാൻവിയോ പോർട്ടബിൾ സ്റ്റോറേജ് ലൈനപ്പ്, പുതിയ നിറങ്ങളും ടെക്സ്ചറുകളും സഹിതം കാൻവിയോ ഫ്ലെക്സ് TM, കാൻവിയോ ഗെയിമിംഗ് TM മോഡലുകൾ തുടങ്ങിയവയൊക്കെ ജൈറ്റെക്സിലെ കിയോസ്ക് സ്റ്റാളിൽ ഉണ്ടായിരുന്നു. ജനം, ദുബായ്. കൊറോണ വ്യാപന തോത് കുറഞ്ഞ പശ്ചാത്തലത്തിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അബുദാബിയിലെ മുഴുവൻ വാണിജ്യ സാംസ്കാരിക വിനോദ പ്രവർത്തനങ്ങളും പുനരാരംഭിക്കും. എമിറേറ്റ്സിൽ രേഖപ്പെടുത്തുന്ന വ്യാപന തോത് കുറഞ്ഞ സാഹചര്യം കണക്കിലെടുത്താണ് ദേശീയ അത്യാഹിത ദുരന്ത നിവാരണ സമിതിയുടെ സുപ്രധാനമായ തീരുമാനം. അബുദാബി എമിറേറ്റിൽ രേഖപ്പെടുത്തുന്ന കൊറോണ രോഗബാധയിൽ കുറവ് വരുന്ന സാഹചര്യത്തിൽ 2 ആഴ്ചയ്ക്കകം എല്ലാ നിയന്ത്രണങ്ങളും നീക്കുമെന്ന് ദേശീയ അത്യാഹിത ദുരന്ത നിവാരണ സമിതി അറിയിച്ചു. സാമ്പത്തിക, വിനോദസഞ്ചാര, സാംസ്കാരിക, കായിക വിനോദ പരിപാടികളെല്ലാം പുനരാരംഭിക്കും. രോഗവ്യാപനം തടയാൻ ആവശ്യമായ എല്ലാ ജാഗ്രതയും തുടരും. പരിശോധനകളും രോഗബാധിതരുമായി സമ്പർക്കം പുലർത്തിയിരുന്നവരെ കണ്ടെത്തുന്ന പ്രവർത്തനങ്ങളും കർശനമായി തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി. മാസ്ക് ധരിക്കുകയും സാമൂഹ്യ അകലം പാലിക്കുകയും വേണം. കഴിഞ്ഞ 3 മാസത്തെ കണക്കനുസരിച്ച് കൊറോണ പരിശോധിച്ചവരിൽ 0.39% പേർക്ക് മാത്രമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇത് രോഗപകർച്ച നിയന്ത്രിക്കാൻ സാധിച്ചതിന് തെളിവാണ്. നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയാലും വീടുകൾ, ഷോപ്പിംഗ് മാളുകൾ കേന്ദ്രീകരിച്ചുള്ള സൗജന്യ കൊറോണ പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. ജനം, അബുദാബി. 2 മണിക്കൂർ കൊണ്ട് വീസ സ്റ്റാമ്പ് ചെയ്യുന്ന നൂതന സംവിധാനവുമായി അൽ നഹ്ദ സെന്റർ. ദുബായ് ആരോഗ്യ വിഭാഗം പുതുതായി ആരംഭിച്ച സെന്റർ ഇന്ത്യക്കാരടക്കമുള്ള പ്രവാസികൾക്ക് ഏറെ ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷ. നിലവിലുള്ള വിസ പുതുക്കാനോ പുതിയതായി എത്തുന്ന ആളുകൾക്ക് വിസ അടിക്കാനോ ഇനി ദുബായിൽ വെറും 2 മണിക്കൂർ മതിയാകും. സാധാരണഗതിയിൽ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കിയ ശേഷം എമിറേറ്റ്സ് ഐഡിക്ക് അപേക്ഷ നൽകി 4 ദിവസമോ അതിൽ കൂടുതലോ എടുക്കുന്ന വിസ സ്റ്റാമ്പിംഗ് പ്രക്രിയയാണ് നടക്കുന്നത്. എന്നാൽ മെഡിക്കൽ, എമിറേറ്റ്സ് ഐഡി എന്നിവയെല്ലാം വെറും 2 മണിക്കൂർ കൊണ്ട് സ്റ്റാമ്പ് ചെയ്തു കൊടുക്കുന്ന അതിവേഗ പദ്ധതിയാണ് ദുബായ് ആരോഗ്യ വിഭാഗം ദുബായ് കിസൈസ് അൽ നഹദയിൽ പുതുതായി ആരംഭിച്ച അൽ നഹദ സെന്ററിൽ തുടക്കം കുറിച്ചത്. ഉപയോക്താക്കൾക്ക് അതിവിശാലമായ സൗകര്യങ്ങൾ പുതിയ കേന്ദ്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൂർണ്ണമായും സർക്കാർ അനുബന്ധ ജോലികൾക്ക് മാത്രമായി 1 ലക്ഷത്തോളം ചതുരശ്രയടി വിസ്തീർണമുള്ള കെട്ടിടമാണിത്. 800ഓളം കാറുകൾക്ക് സൗജന്യ പാർക്കിംഗും ഒരുക്കിയിട്ടുണ്ട്. VIP സേവനം, എമിഗ്രേഷനുമായി ബന്ധപ്പെട്ട ജോലികൾ, ലോകോത്തര നിലവാരത്തിൽ ഒക്യുപ്പേഷൻ ഹെൽത്ത് സ്ക്രീനിംഗ്, ആമർ സേവനങ്ങൾ, പബ്ലിക് നോട്ടറി തുടങ്ങിയ സെന്ററുകളെല്ലാം ഒരു കുടക്കീഴിൽ പ്രവർത്തിക്കുന്നുവെന്ന പ്രത്യേകതയും ഇവിടെയുണ്ട്. ജനം, ദുബായ്. റിയാദ് കേളി കലാ സാംസ്കാരിക വേദി അംഗങ്ങളുടെ കുട്ടികൾക്കായി വർഷം തോറും വിതരണം ചെയ്തു വരുന്ന വിദ്യാഭ്യാസ മേന്മ പുരസ്കാരങ്ങൾ കൈമാറി. കഴിഞ്ഞ +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കേളി മുസാമിയ ഏരിയ അംഗമായ ശശിധരന്റെ മകൾ പ്രസീതയ്ക്കാണ് പുരസ്കാരം കൈമാറിയത്. SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയത്തിലും 90% മുകളിൽ മാർക്ക് വാങ്ങുന്ന കേളി അംഗങ്ങളുടെ കുട്ടികൾക്കാണ് പുരസ്കാരം വിതരണം ചെയ്യുന്നത്. ഈ വർഷം 26 കുട്ടികളാണ് പുരസ്കാരത്തിന് അർഹത നേടിയത്. പ്രവാസി നേരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പ്രവാസികൾ പറയട്ടെ തത്സമയ സംവാദ പരിപാടി കാണാം. നമസ്തേ.